ഹായ് ഫ്രണ്ട്സ്, ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് പ്രേരിത. ഇവൾ ഒരു ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ആണ്. ഇവളുടെ ജീവിതം ഭയങ്കര മടുപ്പേറിയ ഒരു ജീവിതമാണ്. ഭർത്താവിൽ നിന്നൊരു സ്നേഹമോ പരിഗണനയും ഒക്കെ ലഭിക്കാൻ രാവിലെ എണ്ണീക്കുന്നു, വീട്ടുജോലികൾ നോക്കുന്നു, അതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോകുന്നു. ഇവരെ ഭർത്താവിന്റെ ജീവിതത്തിൽ അവർക്ക് ഒരു സ്ഥാനവുമില്ല. ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് എല്ലാവരും മരണം കാത്തു കിടക്കുന്നവരാണ്. അവൾ കൗൺസിലിംഗ് ചെയ്ത് പരമാവധി അവരെ ഹാപ്പിയാക്കാനാണ് കൂടുതലും നോക്കാറ്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിലെത്തുമ്പോഴാണ് അവൾക്കൊരു കോൾ വരുന്നത്. പുതിയൊരു അഡ്മിഷൻ ഉണ്ട് മേഡം എന്നായിരുന്നു. പേഷ്യൻ്റെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരാളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾ പറയുകയാണ്, നാളെ ഞാൻ വരുമ്പോൾ അത് നോക്കാം. അങ്ങനെ അവൾ റൂമിൽ വന്നപ്പോഴാണ് ഭർത്താവ് ഒന്നും പറയാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. ടേബിളിൽ നോക്കിയപ്പോൾ ഒരു കോണ്ടത്തിന്റെ കവറും. ഇതുപോലെ തന്നെ അവൾക്ക് ആ വിരസമായ ജീവിതത്തിൽ അയാളുടെ കൂടെ ചെലവഴിക്കേണ്ടി വരികയാണ്. അവൾ ശരിക്കും മടുത്തു തുടങ്ങിയായിരുന്നു ആ ജീവിതം. അങ്ങനെ അവൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പതിവ് പോലെ ആ പുതിയ പേഷ്യന്റിനെ കാണാൻ വേണ്ടി ചെല്ലുകയായിരുന്നു. ഡോർ തുറന്ന് അവൾ ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ അവൻ പറയുകയാണ്, എനിക്ക് ആരുടെ കൗൺസിലിംഗ് ഒന്നും ആവശ്യമില്ല എന്ന്. അവൻ പറയുകയാണ്, നിന്നെ വേണമെങ്കിൽ ഞാൻ കൗൺസിലിംഗ് ചെയ്യാമെന്നും പറയുകയാണ്. ഒരു നിമിഷം അവൾ അവളുടെ ജീവിതം മുഴുവൻ ഒന്ന് റീവൈൻഡ് അടിച്ച് ചിന്തിച്ചു പോവുകയാണ്. ഒരു നിമിഷം അവൾ നിശബ്ദയായെങ്കിലും അവൾ പറയുകയാണ്, എനിക്ക് തന്നോട് സംസാരിക്കണമെന്ന്. അവൾ പതിയെ അവൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലെത്തുകയാണ്. അപ്പോൾ പുറത്തൊരു പെൺകുട്ടിയുടെ ചെരുപ്പ് കിടക്കുന്ന അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾക്ക് മനസ്സിലാവുകയാണ് ഭർത്താവിന്റെ കൂടെ വേറൊരു പെൺകുട്ടി ആ വീട്ടിലുണ്ടെന്ന്. ചോദ്യം ചെയ്യാനൊന്നും നിൽക്കാതെ തന്നെ അവൾ വണ്ടി എടുത്ത് വിഷമിച്ച് പുറത്തേക്ക് പോവുകയാണ്. അവൾ പോയത് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു ചെറിയ തോടിന്റെ അരികിലായി. അവിടെ നോക്കിയപ്പോഴാണ് അവളുടെ പേഷ്യന്റായ പ്രേം എന്ന് പറയുന്ന പയ്യനും അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്ന് കവിത എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത് അവൾ പറഞ്ഞയക്കുകയാണ് ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെ ആ കവിത എടുത്ത് അവൾ കാറിൽ ഇരുന്ന് വായിച്ചു നോക്കുകയിൽ ഇങ്ങനെയായിരുന്നു, സ്നേഹിക്കാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്തണമെന്നായിരുന്നു. സ്ത്രീയുടെ ചെരുപ്പ് വീട്ടിൽ കണ്ടതിനെ പറ്റി പോലും അവൾ അവനോട് സംസാരിക്കുന്നില്ലായിരുന്നു. അവൾ ഭർത്താവിനെ പൂർണ്ണമായി വെറുക്കുകയായിരുന്നു. അങ്ങനെ പതിയെ പ്രേമുമായിട്ട് അവൾ അടുക്കുകയാണ്. പതിയെ അവൾ പ്രേമുമായിട്ട് അടുക്കാൻ തുടങ്ങുകയാണ്. ആയിട്ടുള്ള സൗഹൃദത്തിന് ശേഷം അവൾ കുറച്ചൊക്കെ സന്തോഷവതിയാവാൻ തുടങ്ങുകയാണ്. ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അന്നായിരുന്നു അവൾ അറിയാൻ തുടങ്ങിയത്, അവനുമായിട്ടുള്ള കൂട്ടുകാർ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ അമ്മ വീട്ടിലേക്ക് വരികയായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് അവളുടെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായത്. പിന്നെ അവൾ അമ്മയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു പ്രേമിനെ കാണിക്കാൻ വേണ്ടി. അമ്മ കുറേ നേരം പ്രേമുമായിട്ട് സംസാരിച്ചു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി പ്രേമി. ഒരുമിച്ചിരിക്കുന്ന ആ രംഗം ഒരുപാട് സന്തോഷം ഉണ്ടാക്കി അവളുടെ മനസ്സിൽ. രംഗം അവരാരും അറിയാതെ അവൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പ്രേമിന് വേണ്ടി. അങ്ങനെ അവൾ അമ്മയോട് പ്രേമിനുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധം പറയാൻ തീരുമാനിക്കുകയാണ്. അമ്മയോട് സംശയം എന്ന പോലെ ചോദിക്കുക, അമ്മേ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? പറയുകയാണ്, ഞാനൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുവാണെങ്കിൽ അത് തെറ്റാണ്, പക്ഷെ ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് നിന്ന് പറയുവാണെങ്കിൽ അതൊരിക്കലും തെറ്റല്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയായിരുന്നു. അവൾക്കൊരു കോൾ വരികയായിരുന്നു രാത്രി. പ്രേമിന്റെ അസുഖം വളരെയധികം കൂടിയിട്ടുണ്ട്, ഡോക്ടർ അങ്ങോട്ട് വരണം എന്നാണ്. പിന്നെ അവൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പതിവില്ലാത്ത രീതിയിൽ ഭർത്താവ് അവളെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി നിനക്ക് ഏത് തരം കൗൺസിലിംഗാണ് ഉള്ളതെന്നായിരുന്നു ചോദിച്ചു. ഒന്നും വകവെക്കാതെ തന്നെ പ്രേമിന്റെ കൂടെ തന്നെ പോകാൻ അവൾ തീരുമാനിച്ചു. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ പ്രേമിന്റെ കൂടെ അവൾ ചെലവഴിച്ചു. അവസാന നാളുകൾ അടുക്കാറായെന്നുള്ളൊരു തോന്നൽ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രേമിനോട് പറയാണ്, ഇന്നത്തെ ദിവസം നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജീവിച്ചോളാൻ. കുറേ നാളായി ആവശ്യപ്പെട്ട സിഗരറ്റും കൊടുക്കുകയാണ് അവന്. ചേർന്ന് കിടന്നതിന് ശേഷം അവനോട് പറയാണ് അവളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമായ ദിനങ്ങളായിരുന്നു എന്ന്. പ്രേമം പറയാണ് അവൻ്റെ ലൈഫിലും അതുപോലെ തന്നെയാണെന്ന്. അവൻ്റെ ഈ അവസ്ഥയോർത്ത് അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ അവനെ ചേർത്ത് പിടിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം അവർ സന്തോഷത്തോടെ തന്നെ ആ റൂമിൽ ചെലവഴിക്കുകയായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു അത്. അവൾ പിറ്റേ ദിവസം വീട്ടിൽ ചെന്നതിന് ശേഷം തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുകയായിരുന്നു. പ്രേമിന്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവൻ മരിച്ചു പോയിരുന്നു. അവളുടെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി അവൾ അവന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുകയായിരുന്നു. എന്റെ ആഗ്രഹം പോലെ ചിതാഭസ്മം മലനിരകൾക്ക് സമീപം അവൾ ഇടുകയായിരുന്നു. അടുത്ത ഓരോ മരങ്ങളിലും ചെടികളിലും താൻ ജീവിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.